ഇന്ന് താച്ചിനെയും കുട്ടി ആദ്യമായിട്ട് ഗണപതി അമ്പലത്തിൽ പോവുകയാണ്, നമ്മുടെ കൊട്ടാരക്കരയിൽ. ഇവൾക്ക് ഞാൻ ആദ്യമായിട്ട് തയ്ച്ചൊരു ഡ്രസ്സാണ് ഇത് സത്യത്തിൽ അച്ഛന് ഈ പൊന്നാടകളൊക്കെ കിട്ടുമ്പോൾ അതിനകത്തുനിന്ന് വേസ്റ്റ് വരുന്ന തുണികളെല്ലാം കൂട്ടിച്ചേർത്ത് ഞാൻ തയ്ച്ച തുണിയാണ്. ഇഷ്ടമായോ നിങ്ങൾക്ക്? ഇവൾക്കൊണ്ട് ഒരു വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. ഫോട്ടോ എടുക്കാൻ പിന്നെ നിൽക്കാറേ ഇല്ല താച്ചി. വീഡിയോ ഞാൻ ഇങ്ങനെ എടുക്കുമ്പോൾ ഇച്ചിരിയൊക്കെ ഭാഗത്ത് ചിരിച്ചും കളിച്ചൊക്കെ ഇരിക്കുന്നതാണ് ഞാൻ എഡിറ്റ് ചെയ്ത് കയറ്റുന്നത്. ആൾ അവിടെ ലോകത്ത് ഭയങ്കര ബിസിയാണ്. നമ്മൾ അനാവശ്യമായിട്ട് തൊടുന്നതോ പിടിക്കുന്നതോ ഒന്നും ആൾക്ക് ഇഷ്ടമല്ല. ഫോൺ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആളുടെ മോന്ത ഒരു കൊട്ട കാണും. അങ്ങനെ ഞങ്ങൾ വൈകിട്ടോടു കൂടി അമ്പലത്തിലെത്തി. ഇന്ന് കുറച്ച് പൂജയും വഴിപാടുകളൊക്കെ ഉണ്ട്. അങ്ങനെ അതിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങി. ഈ അമ്പലത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളുടെ കല്യാണ സമയത്ത് നാളിന് തമ്മിൽ എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ചേരാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് ഇതേപോലെ പറഞ്ഞു, കല്യാണത്തിന് മുന്നേ ഞങ്ങൾ ഒരുമിച്ച് അമ്പലത്തിൽ പോയി ദേവിക്കൊരു താലി ചേർത്തണമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ അന്ന് തൊട്ട് ഞങ്ങൾ ഒരുമിച്ച് ഈ അമ്പലത്തിൽ പോകാൻ തുടങ്ങിയതാണ്. ഇപ്പം 5 വർഷമായി. അന്നോടെ കൂട്ടി 6 വർഷം. അപ്പോൾ അന്ന് തൊട്ട് ഞങ്ങൾ എല്ലാ വർഷവും മുടങ്ങാതെ അമ്പലത്തിൽ പോകുന്നുണ്ട്. ഓരോ പ്രാവശ്യം ചെല്ലുമ്പോഴും ചെറിയ ചെറിയ സന്തോഷങ്ങളും നമ്മുടെ ബുദ്ധിമുട്ടുകളൊക്കെ പറയും. പക്ഷേ അടുത്ത പ്രാവശ്യം ചെല്ലുമ്പോൾ ഞാൻ അതിനപ്പുറം സന്തോഷമായിട്ടായിരിക്കും പോകുന്നത്. കഴിഞ്ഞ പ്രാവശ്യം പോയത് ഫെബ്രുവരിയിലായിരുന്നു. എനിക്കറിയത്തില്ല, ആ സമയത്ത് ചിലപ്പോൾ താച്ചിൻ്റെ വയറ്റിലുണ്ടായിരിക്കും. എന്തായാലും അതിനുശേഷം താച്ചിനെ കൊണ്ട് കാണിക്കണമല്ലോ. അങ്ങനെ ഞങ്ങൾ വന്നതാണ്. എല്ലാ പ്രാവശ്യത്തെയും പോലെ തന്നെ അവിടെയും താച്ചിക്ക് കുറേ ഫ്രണ്ട്സിനെ കെട്ടിയിട്ടുണ്ട്. അങ്ങനെ അവർ കുറേ നേരം കളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് ടാറ്റയൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ തിരിച്ചു വന്നത്. തിരിച്ചു വന്ന സമയത്ത് സുപ്രീമിൽ കയറി കുറച്ച് സ്നാക്സൊക്കെ വാങ്ങി. ഇന്ന് നമ്മുടെ അപ്പുക്കുട്ടൻ തിരിച്ച് ഗൾഫിലേക്ക് പോവുകയാണ്. അപ്പോൾ അവന് വേണ്ടിയിട്ട് കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങി. അങ്ങനെ അവന് ബൈ ഒക്കെ പറഞ്ഞിട്ടാണ് തിരിച്ച് ഞങ്ങൾ വീട്ടിലെത്തിയത്. അപ്പു ഫോൺ കാണുമ്പോൾ അവൻ ഓടുന്നതാണ് ഈ കാണുന്നത്.